ഘട്ടത്തിലെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ട ടീം ഇതാദ്യമായാണ് വനിതാ ക്രിക്കറ്റ് കിരീടം നേടുന്നത്. കംപ്ലീറ്റ് ടീം വർക്കിലൂടെ കഠിനാധ്വാനം ചെയ്ത് നേടിയ കിരീടവുമായി അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് ടീം ഇന്ത്യ. ഒട്ടും എളുപ്പമായിരുന്നില്ല ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുന്നേറ്റം. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ചു തുടങ്ങിയ ടീം പിന്നാലെ പൊരുതി വീഴാൻ തുടങ്ങി. തുടർച്ചയായി 3 തോൽവികൾ. ദക്ഷിണാഫ്രിക്കയോടും ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും തോറ്റു. ഈ ടീമിനെ കൊണ്ട് ഒന്നുമാവില്ലെന്ന സൈബർ അധിക്ഷേപം, പരിഹാസം. ഒടുവിൽ ആശ്വാസ ജയവുമായി 4ാം സ്ഥാനക്കാരായി ഇന്ത്യ സെമിയിലേക്ക്. ഓസീസിനെതിരായ റെക്കോർഡ് ചേസ് വിജയം ഇന്ത്യയുടെ ഗതിയും വിധിയും മാറ്റി. ടീമിനും വിജയശില്പി ജെമിമ റോഡ്രിക്സിനും ആരാധകർ കൂടി. പ്രതീക്ഷകളും 2005-ലും 2017-ലും ഫൈനലിൽ അടിതെറ്റിയ ഇന്ത്യക്ക് സ്വന്തം കാണികൾക്ക് മുന്നിൽ പിഴച്ചില്ല. കപ്പിലേക്ക് എത്തിച്ചത് ഒത്തുപിടിച്ച് 434 റൺസുമായി സ്മൃതി മന്ദാന, 215 റൺസും 22 വിക്കറ്റും നേടി ദീപ്തി ശർമ്മ. പരിചയക്കുറവിന്റെ പരിഭ്രമമില്ലാതെ ശ്രീചരണിയും ക്രാന്തി ഗൗഡും. ക്യാമിയോ റോളിൽ കസറി ഷഫാലി വർമ്മ. വിക്കറ്റിന് മുന്നിലും പിന്നിലും വിശ്വസ്തയായി റിച്ച ഘോഷ്. എല്ലാവരും അവരവരുടെ ദൗത്യം നിറവേറ്റിയപ്പോൾ പറഞ്ഞത് സ്വപ്ന കിരീടം. ഹർമൻപ്രീത് കൗർ വിശ്വകിരീടം ഏറ്റുവാങ്ങിയപ്പോൾ മുൻഗാമികളുടെ മോഹഭംഗങ്ങൾ ചിറകറ്റ് വീണു. പുതുതലമുറയ്ക്ക് പ്രത്യാശയുടെ പുതിയ ചക്രവാളങ്ങൾ. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.